നമുക്ക് അറിയാം മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മെൻസ്ട്രൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെനാർക്കി എന്ന് പറഞ്ഞാൽ ആദ്യമേ മെൻസ്ട്രേഷൻ വരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് 9 to 14 ഇയേഴ്സ് 14 to 15 ഇയേഴ്സിലുള്ള പെൺകുട്ടികൾക്കാണ് വരുന്നത്. അപ്പോൾ എല്ലാ മാസവും അത് വരും. അപ്പോൾ അതിനെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മെൻസ്ട്രൽ ഹൈജീൻ എന്തുകൊണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ സ്കൂളിൽ പോകുന്നത് ആബ്സെൻറ്റീസം കുറയും. പിന്നെ വർക്കിൽ അറ്റൻഡൻസ് അത് കുറയാതെ ഇരിക്കാനും സഹായിക്കും. അപ്പോൾ ഈ മെൻസ്ട്രേഷൻ വരുന്ന സമയത്ത് ഈ ഹൈജീൻ പ്രോഡക്ട്സ് ഉണ്ട്. അത് ഓരോ തരമുണ്ട്. എന്ന് വെച്ചാൽ മെൻസ്ട്രൽ പാഡ്സ്, സാനിറ്ററി പാഡ്സ്, സാനിറ്ററി നാപ്കിൻസ് അല്ലെങ്കിൽ റീയൂസബിൾ നാപ്കിൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് മെൻസ്ട്രൽ കപ്സ്, പിന്നെ ടാംപൂൺസ്, വേറെ ഓരോ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഇതിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ യൂഷ്വലി ഉപയോഗിക്കുന്നതാണ് സാനിറ്ററി പാഡ്സ്. അതെന്ന് പറഞ്ഞാൽ വളരെ കൺവീനിയൻ്റ് ആണ്. അത് അണ്ടർ ഗാർമെൻറ്റിൽ ഒട്ടിച്ചിട്ട് അതിൽ ബ്ലഡ് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതൊരു ഡ്രൈ ഫീലിംഗ് വരും. പിന്നെ ഒരു 4 to 5 hours വരെ അത് ഉപയോഗിക്കാം. പിന്നെ അത് കറക്റ്റായിട്ട് മാറ്റിയാൽ ഇൻഫെക്ഷനൊക്കെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ പാഡ്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അത് കൂടുതൽ നേരം, ചിലപ്പോൾ ഹെവി ഫ്ലോ ആണെങ്കിൽ ചിലപ്പോൾ അത് നേരത്തെ മാറ്റേണ്ടി വരും. പിന്നെ ചില പേർക്ക് ചിലപ്പോൾ റാഷ്, ലോക്കൽ റാഷ്, ചിലപ്പോൾ അത് ഇടുമ്പോൾ ചൊറിച്ചിൽ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ എല്ലാ പാഡും കോട്ടൺ മാത്രമല്ല, ചിലപ്പോൾ വേറെ സിന്തറ്റിക് മെറ്റീരിയലും കാണും. അപ്പോൾ അതിനും ചിലപ്പോൾ അലർജിക് റിയാക്ഷൻസ്, പിന്നെ അത് ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെ വരാം. അപ്പോൾ ഇപ്പോൾ സാനിറ്ററി പാഡ്സ് ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ല ഒരു കവറിലിട്ട് അത് പൊതിഞ്ഞ് വേണം ഡസ്റ്റ്ബിന്നിലിടാൻ. ആ ഡസ്റ്റ്ബിൻ എപ്പോഴും അടച്ചു വെച്ചേക്കണം. പിന്നെ ഈ പാഡ്സ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഒന്നി ഇൻസിനറേഷൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഇപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ അത് എൻവയൺമെൻറ്റിൽ കുറേ നാൾ കിടക്കും. അപ്പോൾ അത് സൊസൈറ്റിയിലും പിന്നെ മൈക്രോ ഓർഗാനിസംസ്, ബാക്കി ജീവജാലങ്ങളെ എല്ലാം അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ഡിസ്പോസിബിൾ നാപ്കിൻസ് എന്ന് വെച്ചാൽ കോട്ടൺ ക്ലോത്ത്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പൈസയൊന്നും ആവത്തില്ല. നമുക്കത് റീയൂസബിളാണ്. പക്ഷേ അത് എല്ലാ പ്രാവശ്യവും ഉപയോഗിച്ചിട്ട് അത് കഴുകി നല്ല വൃത്തിയായിട്ട് വെക്കേണ്ടത് ആവശ്യമാണ്. അത് നല്ലോണം കഴുകി എന്ന് വെച്ചാൽ സൂര്യനിൽ ഉണക്കി വെക്കണം ഈ ക്ലോത്ത്സ്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ട് കഴുകാൻ തന്നെ കുറച്ച് നേരം എടുക്കും. പക്ഷേ ഇത് കോസ്റ്റ് ഫ്രീ ആണ്. എന്ന് വെച്ചാൽ ആദ്യമേ ഒരു പ്രാവശ്യം മേടിച്ചാൽ അത് കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാം. പക്ഷേ അത് ഉപയോഗിക്കുമ്പോഴും കുറച്ച് നേരം മാത്രമേ ചിലപ്പം അത് വെക്കാൻ പറ്റത്തുള്ളൂ. അത് കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് മാറ്റേണ്ടി വരാം. പിന്നെ ഉള്ളത് ടാംപൂൺസ് എന്ന് പറഞ്ഞാൽ അത് വജൈനയുടെ അകത്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വലിയ ഫ്ലോ വെളിയിലോട്ട് വരത്തില്ല. പക്ഷേ ഒരു 4-5 മണിക്കൂർ കൂടുമ്പോൾ അത് മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. എന്ന് വെച്ചാൽ അത് കൂടുതൽ നേരം വെച്ചാൽ ചിലപ്പോൾ ചില ഇൻഫെക്ഷൻസ്, ടോക്സിക് ഷോക്ക് സിൻഡ്രോം അങ്ങനെയൊക്കെ വരാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ബ്ലീഡിങ് വെളിയിൽ ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ സ്വിം ചെയ്യാം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഉള്ളത് മെൻസ്ട്രൽ കപ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു കപ്പ് ഷേപ്പ് ആകൃതിയിൽ അതിനൊരു സ്റ്റെം ബേസ് ഉണ്ട്. എന്നിട്ടൊരു സ്റ്റെം, ഒരു നീണ്ട ഒരു ഇതുണ്ട്. അത് പിടിച്ചാണ് യൂഷ്വലി അത് ഇൻസേർട്ട് ചെയ്യാനും വെളിയിലോട്ട് എടുക്കാനും ഉപയോഗിക്കുന്നത്. മെൻസ്ട്രൽ കപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് 30 ml ബ്ലഡ് വരെ ഒരു സമയത്ത് ഉൾക്കൊള്ളാം.
അത് 3 സൈസിൽ അവൈലബിൾ ആണ്, സ്മോൾ, മീഡിയം, ലാർജ്. അപ്പോൾ അത് ഓരോ പ്രായക്കാർക്കും ഓരോ സൈസ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ഫിറ്റ് തിരഞ്ഞെടുക്കാൻ ചിലപ്പോൾ സമയമെടുക്കും. അത് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ പാടായിരിക്കും. പക്ഷേ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു മെൻസ്ട്രൽ കപ്പ് തന്നെ 3 വർഷം വരെ ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് അതിന് റാഷ് അതൊക്കെ വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും അത് ഉപയോഗിക്കുമ്പോൾ. എന്ന് വെച്ചാൽ ഒരു മെൻസ്ട്രേഷൻ ഇല്ലാത്ത സമയം പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇത് എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്. എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് മാലിന്യം നമ്മൾ അത് വേസ്റ്റിൽ എപ്പോഴും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കൂടുതൽ എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ച് കുട്ടികൾക്കും ലേഡീസിനും എല്ലാവർക്കും അവയർനെസ് വേണം, പൊതു സമൂഹത്തിനും അവയർനെസ് വേണം. അതിനു വേണ്ടിയാണ് ഓരോ വർഷവും മെൻസ്ട്രൽ ഹൈജീൻ ഡേ ആചരിക്കുന്നത്. അത് മെയ് 28-ാം തീയതിയാണ്. അപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ ടുഗെദർ ഫോർ എ പീരിയഡ് ഫ്രണ്ട്ലി വേൾഡ് എന്നായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ അവയർനെസ് വന്ന് ഒരു പീരിയഡ് ഫ്രണ്ട്ലി വേൾഡ് ആവാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.